ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലക്ഷ്മി. കുറച്ച് ദിവസമായില്ലേ ഈ ഡയലോഗ് കേട്ടിട്ട്. അപ്പം ഞാൻ കുറച്ച് മടിയായിട്ട് ഒന്ന് മാറിയതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ചാനലിൽ ഒരു പോൾ ഇട്ടിരുന്നു. അപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടി. എനിക്ക് അതിന് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അതിലൊരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും വളരെ ഇഷ്ടമായി, പുതിയ റെസിപ്പീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ എനിക്ക് അതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. റെസിപ്പീസ് ട്രൈ ചെയ്യാനും അതുപോലെ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനും ഒക്കെ വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെയുള്ള കമൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. നമ്മളെന്നും ചോറ് കഴിക്കുമ്പോൾ നമുക്ക് മടുത്തു പോകും. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ റൈസ് വെക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പച്ചക്കറി കഴിക്കാനും ഒരു നല്ല മാർഗ്ഗമാണ് റൈസ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ക്യാരറ്റ് പീസ് ഫ്രൈഡ് റൈസാണ്. ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ തലേ ദിവസം വേണമെങ്കിൽ അരി വേവിച്ച് എടുത്തു വെച്ചാൽ പിറ്റേ ദിവസം എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ക്യാരറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ സ്കിൻ കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അരിഞ്ഞെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ റൈസ് വേണമെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കാം. ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് ഗ്രീൻ ബീൻസ് ആണ്. ഞാൻ നമ്മുടെ അവിടെ കണ്ടിട്ടില്ല, ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഇതുപോലെ ഗ്രീൻ ബീൻസ് ഉള്ളിലുണ്ടാവും. അപ്പോൾ അതിങ്ങനെ കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ ഗ്രീൻ ബീൻസ് ആണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ച് ഇതിലേക്ക് ചേർക്കാം. ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു. അതിപ്പോൾ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്, തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് 1 ടീസ്പൂൺ. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം ഒക്കെ കുറേശ്ശെ ചേർത്തു. ബസ്മതി റൈസാണ്. 1 കപ്പ് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു. വെള്ളം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുന്ന വെള്ളത്തിന് അളവൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. കറക്റ്റ് അളവിന് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റും, അരി വെന്ത് പോവും ചിലപ്പോൾ കൂടുതൽ. ഇങ്ങനെയാകുമ്പോൾ അങ്ങനെ വേവുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് കൂടുതലും ചെയ്യാറ്. ഇപ്പോൾ ചെറുതായി തിള വരാൻ തുടങ്ങി. നന്നായി ഒരു 2 മിനിറ്റ് തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായി തിളച്ചു. ഞാനിതിപ്പോൾ പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നമുക്ക് അത് ഊറ്റിയെടുക്കാം. അപ്പോൾ അരിയുടെ കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഇതിപ്പോൾ കൈ കൊണ്ടൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ കണ്ടോ. ജസ്റ്റ് ഒന്ന് പൊട്ടുന്നതേ ഉള്ളൂ, അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് ഭാഗമാണ്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അരിയുടെ അതേ അളവിന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ചുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വേവ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. എനിക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലും റൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അധികം വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറണം. അതിനുശേഷം വേണം നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ. ചൂട് മാറ്റിയെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അരി ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ജോലിക്ക് പോണവരൊക്കെ ആണെങ്കിൽ തലേ ദിവസം ഇതുപോലെ അരി വേവിച്ച് വെച്ചിട്ട് കാലത്തെടുത്ത് മിക്സ് ചെയ്യാം. അപ്പം ഞാനിതിപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് പാത്രത്തിൽ ആദ്യം എണ്ണ ഒഴിച്ച് അതിലേക്ക് ഗ്രീൻ ബീൻസും ക്യാരറ്റും ഇട്ട് ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്തെടുത്തു.
ഗ്രീൻ ബീൻസിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നപ്പോഴാണ് അരി കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ഞാൻ ചേർത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരി ഇടുന്നതിന് മുമ്പ് ഉപ്പ് ചേർക്കുകയാണ് നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേശ്ശെ ബാച്ചസ് ആയിട്ട് ചേർക്കുകയാണ് എളുപ്പം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തു ഞാനിപ്പോൾ 1 ടീസ്പൂൺ. അപ്പോൾ കുരുമുളക് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടില്ലേ, ഞാൻ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോ റെസ്പോൺസും എനിക്ക് ഒരുപാട് വിലയേറിയതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.